ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വീഡിയോസാണ്. കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന് തെറി വിളിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തെറിയല്ല, നെഗറ്റീവ് കമൻറ്റ് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് റീച്ചേ കിട്ടൂ. പക്ഷേ താല്പര്യമില്ലാത്തവർ കാണണ്ട. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നന്ദന എന്ന് പറയുന്ന അവരുടെ രണ്ടാമത്തെ പെൺകുട്ടി വലിയൊരു കുഴിയിലേക്കാണ് കേട്ടോ ചെന്ന് ചാടിയേക്കുന്നത്. അതിപ്പം ആ കൊച്ചിന് മനസ്സിലാകുന്നില്ല. അത് പ്രായം അതാണ്. കാരണം 18, 19, 20 വയസ്സോ ആയിക്കോട്ടെ. എങ്കിൽ പോലും ആദ്യമായിട്ടൊരു കല്യാണമൊക്കെ കഴിക്കുമ്പം അതിൻ്റെ ഒരു മായാലോകത്തായിരിക്കും. കാരണം ഞാൻ കിട്ടിയ ആളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആൾ, ഏറ്റവും വീരപുരുഷൻ ഞാൻ കിട്ടിയ ആളാണ്. അയാൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം എന്നാണ് ഇന്നലെ വന്ന് വീഡിയോയിൽ പറഞ്ഞത്. അതൊക്കെ കുറച്ച് നാളത്തേക്കുണ്ടാകും. അങ്ങനെ സഹിക്കുകയല്ല വേണ്ടത്, പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഒരാൾക്ക് എന്ത് തെണ്ടിത്തരവും കാണിക്കാം, അത് എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം, എൻ്റെ ഏട്ടായി എന്ത് കാണിച്ചാലും ഞാൻ സഹിച്ചോളാം എന്നാണ് ഇന്നലെ ഒന്ന് പറഞ്ഞത്. എനിക്ക് ആരും വേണ്ട. അപ്പം ഇത്രയും നാൾ വളർത്തി വലുതാക്കി അപ്പൻ വേണ്ട, അമ്മ വേണ്ട, ചേച്ചി വേണ്ട, അങ്ങനെ സഹോദരങ്ങളാരും വേണ്ട, ചേട്ടായി മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഒന്ന് പറഞ്ഞത്. വളരെ നല്ല തീരുമാനമാണ്. സ്വന്തം കെട്ടിയോനെ മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് കേൾപ്പിക്കാതെ എല്ലാം സ്വന്തം സഹിച്ചോളാം എന്ന് പറയുന്നതൊക്കെ വലിയ വീരത്വം, എന്താ വീരന്മാർ ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് എപ്പോഴും പറയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഉപ്പും മുളകും ലൈറ്റിലെ അച്ഛനും അമ്മയാണേലും ഈ രണ്ടാമത്തെ ഈ നന്ദനേൻ്റെ ചേച്ചി ഉണ്ടല്ലോ പൊന്നൂസ്, അവരാണേലും വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പുറത്തു പോയി ഒരു സാധനം മേടിക്കാൻ അറിയില്ലാത്ത കുട്ടിയായിരുന്നു. 10ാം ക്ലാസ് എക്സാമിന് പോയപ്പം അച്ഛനും അമ്മയാണ് എക്സാമിന് കൊണ്ടുപോയത്. അവൻ പുറമായിട്ട് ഒരു പരിചയമില്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, വീടും അവിടുത്തെ ആൾക്കാരുമായിട്ട് മാത്രം ബന്ധമുള്ള ഒരു കുട്ടി. അതുപോലെ തന്നെ അമ്മ കഴിഞ്ഞ ദിവസം വന്ന് പറയുന്ന കേട്ടു, അവൾക്ക് പഠിക്കാൻ പോകണ്ട, അവൾക്ക് ജോലിക്ക് പോകണ്ട, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണോ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് അതറിയത്തില്ല കേട്ടോ. അതായത് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ എത്ര പ്രായം ആയിക്കോട്ടെ, 18, 19, 20 ഈ ഒരു ഏജ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, പുറത്ത് പണിക്ക് പോകാൻ താല്പര്യമില്ല, പുറത്തൊരു സാധനം മേടിക്കാൻ പോകാറില്ല. അപ്പോൾ ഈ കുട്ടീനെ എന്തുദ്ദേശം കൊണ്ടാണ് ഇവർ മറ്റൊരു വീട്ടിലേക്ക് പറിച്ച്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പറിച്ച് നടുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു കുട്ടീനെ, കുറച്ച് ഏജ് ഉണ്ടെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാം. എന്തുദ്ദേശത്തിലാണ് ഇവർ ഈ കല്യാണ ആലോചന നടത്തിയത്? ഇവർ പ്രേമിച്ച് കെട്ടിയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വന്ന വീഡിയോസിലൊന്നും ഇവർ പ്രേമിച്ച് കെട്ടിയതായിട്ട് പറയുന്നില്ല. വീട്ടുകാർ തന്നെ ആലോചിച്ച് നടത്തിയൊരു കല്യാണമാണ്. അപ്പം ഇവർ തന്നെ വന്നിരുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്നിട്ട് ഇവർ എന്തുദ്ദേശത്തിലാണ് ഈ കൊച്ചിനെ ആ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ തയ്യാറായത്? അത് എത്ര നല്ല ആൾക്കാരുടെ വീടും ആയിക്കോട്ടെ, പയ്യൻ എത്ര നല്ല പയ്യനും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു സാഹചര്യങ്ങളിലും വളരാതെ സ്വന്തം വീട്ടിൽ മാത്രം ഇത്ര സേഫ് സോണിൽ നിന്ന് വളരുന്ന ഒരു കുട്ടി, ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടീനെ ഇവരെന്തുദ്ദേശത്തിലാണ് മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കാൻ തയ്യാറായത്? അച്ഛനും അമ്മേനും ഒന്നും കുറ്റം പറയുന്നതല്ല. ഇനി വരുന്നൊരു ജനറേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ജനറേഷൻ ഉണ്ടല്ലോ, അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇനി കെട്ടിക്കാനുള്ള മക്കളുള്ള അപ്പന്മാരും അമ്മമാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിക്കുക. എൻ്റെ മോൾക്ക് അത്യാവശ്യം കാര്യപ്രാപ്തിയും, ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ച് വീട്ടിലിരിക്കുമ്പം നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ പോകണ്ട കേട്ടോ, ഇവിടെ ഇരിക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കാൻ വിട്ട് ഒരു ജോലിയൊക്കെ സെറ്റായിട്ടാണ് ഒരുത്തൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്നതെങ്കിലും അവൻ ഇവളോട് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ, അത് ഈ പെൺകുട്ടി പ്രേമിച്ച് പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് പോയതാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കാം. ഇത് ഇവർ തന്നെ എല്ലാം ആലോചിച്ച് കല്യാണത്തിൻ്റെ വക്ക് വരെ കൊണ്ടെത്തിച്ചത് ഇവരാണ്. അതുകൂടാതെ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഏകദേശം ഈ ഒരു ഇവർ ചെക്കനെ കാണാൻ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന വരുന്ന സമയത്ത് തന്നെ ഈ കുട്ടിയുടെ ചേച്ചിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഏതോ ഒരു ചാറ്റ് ഇവരെവിടെ നിന്നോ തപ്പി കണ്ടുപിടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരമൊക്കെ നടന്നിട്ടുള്ള വീടാണ്. അപ്പം വേണമെങ്കിൽ ആ കേസ് അന്നേ അങ്ങ് ഒഴിവാക്കി വിടേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ ഇവരതൊന്നും കാര്യമാക്കാതെ
ഈ ബന്ധം വളർത്തി വളർത്തി അങ്ങ് കൊണ്ടുപോയി. ലാസ്റ്റ് ഈ നന്ദന എന്ന് പറയുന്ന കുട്ടിക്ക് ഇപ്പം കെട്ടിയേക്കുന്നവന് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായി. അതിൻ്റെ ഇടയിൽ വീട്ടുകാർ ഇവനുമായിട്ട് എവിടെയോ പുറത്ത് വിട്ടു. പുറത്ത് വിട്ടിട്ട് പിന്നെ കറങ്ങാൻ എവിടെ വിട്ടു. കറങ്ങാൻ വിട്ടിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞില്ല. പിന്നെ അവിടെ ഒരു മൗനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. അത് പറയുന്നുണ്ട്. അതായത് അങ്ങനെ കറങ്ങാൻ വിട്ടത് ഈ മൂത്ത മോളുടെ കെട്ടിയോന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്ത് വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പുള്ളി ചോദിച്ചെന്ന് പറഞ്ഞാൽ നിൻ്റെ മോക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, നീ മിണ്ടാതിരിക്കുമോ എന്ന് ഈ മൂത്ത മകളോട് ചോദിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പം അമ്മ വന്നിട്ടാണെങ്കിലും ഈ മൂത്ത പെൺകുട്ടി വന്നിട്ടാണെങ്കിലും ഇപ്പോഴല്ല ആദ്യ സമയങ്ങളിൽ ഭയങ്കരമായ രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെ ഭയങ്കരമായ രീതിയിൽ വിമർശിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതിനൊക്കെ ഒരു വഴി വെച്ച് കൊടുത്തതും ഇത് ഇത്രത്തോളം വഷളാക്കി കൊടുത്തതും വീട്ടുകാരാണ്. അതിനകത്ത് അവർ ഈ പിള്ളേരെ പണ്ട് തൊട്ട് വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഈ അച്ഛൻ ദുബായി പോയി കിടന്നും ഈ പിള്ളേർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇവർ പറയുന്നുണ്ട് സദാസമയം ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരെ വളർത്തി വളർത്തി കൊണ്ടുവന്നിട്ട് അവസാനം ഈ അച്ഛനും അമ്മയും കാണിച്ച് ഒരു പൊട്ടത്തരത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടി ചെന്ന് വീണത് വലിയൊരു വലയിലാണെന്നാണ് അവർ പറയുന്നത്. വലയിലാവാൻ സാധ്യതയുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, അവർ ആ യൂട്യൂബിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ വലിയ വീട് വെച്ചല്ലേ, അല്ലെങ്കിൽ അവർക്ക് നല്ല റീച്ചാണല്ലേ, ചേച്ചി ഇറങ്ങിപ്പോയോണ്ടാണല്ലേ ചേച്ചിക്ക് ഇത്രയും വ്യൂസ് കിട്ടുന്നത്. അപ്പം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്വന്തം അച്ഛനെയും സ്വന്തം അമ്മേനെയും സ്വന്തം ചേച്ചീനെയും ഒക്കെ ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു സൈബർ ആക്രമണത്തിന് വേണ്ടി ഇട്ടുകൊടുത്തിട്ട് ഇതൊന്നും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നെ ഫസ്റ്റ് ഇതിനെ തുടക്കം ഇട്ടതും ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ വന്നിരുന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അവർക്കതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ചോദിക്കുന്നവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു, ഓക്കെ, ഇനിയെങ്കിലും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനായിട്ട് അവരുമായി സംസാരിച്ചൊരു സംയമനത്തിലായി നല്ല രീതിയിൽ പോകുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്ന പരിപാടി. പക്ഷേ ഇതിപ്പോൾ ഫുള്ള് സോഷ്യൽ മീഡിയ നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അത്യാവശ്യം വ്യൂസ് കിട്ടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളാരുടെയും വീട്ടിൽ പോയിട്ട് പിടിച്ചെടുത്തുകൊണ്ട് വരുന്ന സാധനമല്ല. ഇവർ തന്നെയായിട്ട് ഇതിങ്ങനെ ഒരാൾ വീഡിയോ ഇടുമ്പോൾ അടുത്തയാൾ ഇടുന്നു, അടുത്തയാൾ കഴിയുമ്പോൾ മറ്റേ ആൾ ഇടുന്നു. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നവർക്ക് വിമർശിക്കാനുള്ള ഇതും കൂടി ഉണ്ടാകും. നമ്മൾ കണ്ടവർക്ക് പൈസ കിട്ടും. പൈസ കിട്ടാനായിട്ട് മാത്രമല്ല കേട്ടോ ഇവിടെ, എന്നാലും നമ്മൾ കാണുന്നതിലൂടെ അവർക്ക് പൈസ കിട്ടും. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം അതിൽ നിന്ന് വരുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക മാത്രമല്ല വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അപ്പം അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടീനെ ഇതിനകത്തേക്ക് കൊണ്ട് ചാടിച്ചതിൽ വീട്ടുകാർക്കും വലിയൊരു പങ്കുണ്ട്. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്ന ഒരു തരത്തിലല്ല ആ കുട്ടി ഉള്ളത്. അതെനിക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായി ആ കുട്ടി ഒരു രീതിയിലല്ല ഉള്ളത്. അപ്പം എന്ത് ചെയ്യാൻ, വരുന്നിടത്ത് വെച്ച് കാണുക, നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റും. ഏതപ്പനും അമ്മയാണെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റും. പറഞ്ഞു കൊടുത്തിട്ട് അവർ കേട്ടില്ലെങ്കിൽ പിന്നെ അനുഭവത്തിലൂടെ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അനുഭവത്തിലൂടെയൊക്കെ പഠിച്ചോളുമായിരിക്കും.